റദ്ദാക്കപ്പെട്ട ബാർ ലൈസൻസുകളുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമാകാത്തത് മദ്യലോബിയെ വല്ലാതെ ആശങ്കയിലാക്കുന്നുണ്ടത്രേ. മദ്യം മൊത്തമായി നിരോധിക്കണം എന്ന നിലപാടുമായി ഈ സാഹചര്യത്തിലാണ് സാക്ഷാൽ PC ജോർജ് വീണ്ടും വരുന്നത്. മദ്യത്തിന്റെ പേരിൽ കിട്ടുന്ന ശമ്പളം സ്വീകരിക്കാൻ PC-യുടെ മനസ്സ് അനുവദിക്കുന്നില്ല. MLA-മാരും മന്ത്രിമാരും ഒക്കെ വാങ്ങുന്ന ശമ്പളത്തിൽ മദ്യത്തിന്റെ പങ്കുമുണ്ടല്ലോ. സമ്പൂർണ്ണ മദ്യ നിരോധനം കേരളത്തിൽ ആവശ്യമാണ്. രാഷ്ട്രീയക്കാരൻ പറഞ്ഞ് ഘട്ടം ഘട്ടമായി നിർത്തുന്ന എപ്പോഴാണ് ഈ ഘട്ടം ഒന്ന് തുടങ്ങുക? തുടങ്ങണ്ടേ ഉസ്താദ്? എല്ലാ രാഷ്ട്രീയക്കാരും ഘട്ടം ഘട്ടം ഘട്ടം. ഏത് ഘട്ടം എനിക്ക് മനസ്സിലായില്ല. നിങ്ങളോട് കൊച്ചു മക്കളുമിൽ എന്ന് പറയാൻ നാണമുണ്ട്. ഒരു വർഷം ബിവറേജ് കോർപ്പറേഷൻ, ഈ 5 സ്റ്റാർ 3 സ്റ്റാർ 2 സ്റ്റാർ കള്ള ഹോട്ടലുകളൊന്നും അല്ല, അതല്ലാതെ ബിവറേജ് കോർപ്പറേഷനുടെ മാത്രം ഖജനാവിലേക്ക് വിറ്റുവരവായി വരുന്നത് 8,918 കോടി രൂപയാണ്. ആലോചിച്ചു. അതായത് 9,000 കോടി രൂപ ഖജനാവിലേക്ക് വരികയാണ്. ഈ ചാരായം വിറ്റ് ഒന്ന് ആലോചിച്ച് മുല്യാക്കന്മാരും പതിനായ കാന്തപുര ഉസ്താദ് ഒന്ന് ചിന്തിക്കണം. 9,000 കോടി രൂപ ഒരു വർഷം ഖജനാവിലേക്ക് വരും. എന്തിന്? ആരെ? ഇവിടെ പറയുന്നത് എന്താ? ഇത് വേണ്ടെന്ന് വെച്ചേക്കാം, വേണ്ടെന്ന് വെച്ചേക്കാന്ന് പറയുന്നത് വെക്കുന്നില്ലല്ലോ. അവിടെയല്ലേ പ്രശ്നം. ഇത് നമുക്ക് ഓടിച്ചിറങ്ങണം, ഒരുമിച്ചിറങ്ങണം. ഇത് ഘട്ടം ഘട്ടം എന്ന് പറഞ്ഞൊക്കെ സമ്മതിച്ചു. ഞാൻ സമ്മതിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യം നിരോധിച്ചത് 3 ഘട്ടങ്ങളിലായിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഘട്ടഘട്ടം ഞാൻ സമ്മതിക്കുന്നത്. അതാ പറഞ്ഞു അതിലേക്കാണ് വരുന്നത്. ഘട്ടം ഘട്ടമായി 3 പ്രാവശ്യം കഴിഞ്ഞ് 3ാമത്തെ പ്രാവശ്യം മദ്യം വിഷമാണ്, തൊടാൻ പാടില്ല എന്ന് കൽപ്പിക്കുകയായിരുന്നു നബി തിരുമേനി. അതുപോലെ ഇപ്പൊ ഉടനെ ഈ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. 9,000 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്ന വണ്ടിയുടെ പെട്രോൾ കാശ്, ഞാൻ ഉൾപ്പെടെ MLA-മാരും മന്ത്രിമാരും MP-മാരും ഒക്കെ മേടിക്കുന്ന ടിയുടെയും ഡിയുടെയും 1/3 30% ഈ കള്ളുകുടിയന്മാരുടെ കാശ. ഒന്ന് ആലോചിച്ച്. നാണക്കേടല്ലേ ഇത്? കണക്ക് മനസ്സിലായോ? 22,000 കോടി രൂപയാണ്. അപ്പൊ അതിന് 9,000 വന്നപ്പോ 30%. അപ്പോ നമ്മുടെ കേരളത്തിലെ MLA-മാരും മന്ത്രിമാരും ഒക്കെ വാങ്ങുന്ന ശമ്പളത്തിന്റെ ടിയുടെ ഒക്കെ 30% ഈ കേരളത്തിലെ മനുഷ്യൻ കുടിച്ചു തൊലച്ചതിന് പണമാണ്. അതിന്റെ അംശം പഠിക്കാൻ മാനാഭിമാനമുള്ളവന് പറ്റില്ല. ബാറുകളുടെ കാര്യത്തിൽ ബാബുവിനൊപ്പം ഇല്ലെന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് സുധീരന് വേണ്ടി നിരന്തരം പോരാടുകയാണ് ചീഫ് വിപ്പ്. സുധീരന് മാത്രമല്ല, മദ്യപരുടെ കുടുംബങ്ങൾക്കാകെ നീതി വാങ്ങിച്ചു കൊടുക്കാനായി ഖുറാൻ തന്നെ പാരായണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് PC ജോർജ്. നീതി എന്ന് പറയുന്നത് സമത്വമാണ്. മക്ക അതിനൊരു ചെറിയ ഉദാഹരണം നീതിയെ പറ്റി പറയാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതി നടപ്പാക്കിയത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അല്പസമയം പോയാലും വേണ്ടില്ല, പറയാൻ ആഗ്രഹിക്കുക. മക്കള, നമ്മുടെ കബ പണിയുന്ന നിർമ്മാണം നടക്കുമ്പോ ആദ്യത്തെ കല്ല് ആര് വെക്കണം ചർച്ചയാണ്. ആ ചർച്ചയുടെ നമ്മൾ 4 കൂട്ടരുടെ 4 പേർക്കും ആദ്യത്തെ കല്ല് വെക്കണം. തർക്കമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ അടുത്തേക്ക് 4 കൂട്ടർ ചെന്നു. നബി തിരുമേനി പറഞ്ഞു, ഒരു തുണി എടുക്കാൻ പറഞ്ഞു. 4 പേര് തുണിയുടെ 4 അറ്റത്തും പിടിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് ആ മൂലക്കല്ലെടുത്ത് നബി തിരുമേനി തന്നെ ആ തുണിയുടെ നടുക്ക് വെച്ചു. 4 പേരോട് പൊക്കിക്കൊള്ളാൻ പറഞ്ഞു. 4 പേരും കൂടെ കൊണ്ടുപോയി കല്ല് വെച്ചു. അപ്പോ നീതി നടപ്പാക്കുന്നത് എങ്ങനെയെന്ന് ഇസ്ലാം സമൂഹത്തിനല്ല ലോക ജനതയ്ക്ക് മാതൃകയായി നബി തിരുമേനി കാട്ടിക്കൊടുത്ത സംഭവമാണ് അത് എന്ന് പറയാതിരിക്കാൻ തർക്കമില്ല. 4 ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. ആ 4 ഗോത്രക്കാരെ 4 മൂലയിൽ പിടിപ്പിച്ചതോടുകൂടി ആ തർക്കം പരിഹരിച്ചു നീതിയുടെ പര്യായമായി മാറി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. PC ജോർജിന് നീതി കിട്ടുമെന്ന പ്രതീക്ഷയോടെ അടുത്ത ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് ഷിബുവിന്റെ സങ്കടം. പാർട്ടി തീരുമാനമെടുത്താൽ സഹവാസീസ് മന്ത്രിയാവും എന്നൊരു പ്രശ്നമൊന്നും. അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയെ എന്നുള്ള നിലയിലാണ് ഞാൻ കണ്ടത്. വ്യക്തിപരമായി നരേന്ദ്രമോദിയോടുള്ള ആരാധന കൊണ്ടല്ലല്ലോ കണ്ടത്. മുഖ്യമന്ത്രിയുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി.